ഏതായാലും മുഖ്യമന്ത്രിയുടെ അരമണിക്കൂർ പത്രസമ്മേളനത്തിനിടയിൽ 100 നുണകൾ അദ്ദേഹം പൊളിച്ചെടുക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രതിപക്ഷം വി ഡി സതീശൻ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM RSS ഡീൽ എന്ന ഏറ്റവും വലിയ നുണ. അവിടെ മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി ചരിത്രം പറഞ്ഞു തന്നെ ആ ഡീൽ ആരാണ് ഡീൽ ഉണ്ടാക്കിയത്, RSSുമായി പണ്ട് മുതലേ ഡീലുള്ളത് കോൺഗ്രസിനാണെന്ന് പറഞ്ഞു വെച്ചു. അതിൽ 1960-ൽ EMSനെ നേരിടാൻ ശ്യാമപ്രസാദ് മുഖർജി അടക്കം എത്തിയതിനെ കുറിച്ച് 1971-ൽ AKG മത്സരിച്ചപ്പോൾ ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തത് അടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെ കാലങ്ങളായി RSSുമായി ഡീലുള്ളത് കോൺഗ്രസിനാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി കേരളത്തിലെ ജനത ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം, തൃശ്ശൂരിലെ 2024 84,000 വോട്ട് കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി, നേമത്തെ BJPയുടെ അക്കൗണ്ട് പൊട്ടിച്ചത് ആരാണ്, ചോദ്യങ്ങളുണ്ട്. വളരെ കൃത്യമായി തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചതിന് മറുപടി പറയുകയും ചെയ്തു. ഡീലിനെ കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? പല ഡീലും നടത്തി പരിചയവും അനുഭവവും ഉള്ളവരാണ് ഇപ്പോൾ തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പഴയ പല കോൺഗ്രസ് RSS ഡീലുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഇപ്പോഴും ആ ഡീലുണ്ട്, കോൺഗ്രസും BJPയും RSSും ഒക്കെ തമ്മിൽ. ആ ഡീല് മറച്ചു വെക്കാൻ, ആ അവിശുദ്ധ കൂട്ടുകെട്ട് മറച്ചു വെക്കാനാണ് ഇപ്പോൾ ഇത്തരമൊരു ആരോപണം CPMനെതിരെ ഉന്നയിക്കുന്നത്. ഡീൽ ആരോപണം ഒരു തരത്തിൽ മുൻകൂർ ജാമ്യം എടുക്കലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ന് അദ്ദേഹം വിശദമായി പറഞ്ഞു. പിന്നീട് അദ്ദേഹം കൃത്യമായി ദീർഘകാലത്തെ ഈ RSS BJP കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ കഥകൾ, ഓരോ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത്, ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായവരാരൊക്കെ, ആ ഘട്ടത്തിൽ പൊതു സ്ഥാനാർത്ഥികളായി കോൺഗ്രസിൻ്റെയും BJPയുടെയും RSSൻ്റെയും വന്നവർ ആരൊക്കെ, എന്തായിരുന്നു ഫലം, ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിച്ചു, കൃത്യമായി വിശദമാക്കുന്നുണ്ട്. 1971-ൽ പാലക്കാട് AKGക്കെതിരെ കോൺഗ്രസിൻ്റെയും RSSൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായി RSSൻ്റെ ജില്ലാ കാര്യവാഹക് മത്സരിച്ചതു മുതൽ ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചതുവരെയുള്ള കാലഘട്ടത്തിൽ നിരന്തരം ഈ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വിശദമായി തന്നെ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, കോൺഗ്രസ് പെട്ടിയിൽ അതിനു മുൻപ് വീണ 87,000 വോട്ട് BJPക്ക് വീണതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് അവിടെ വിജയിക്കാനായത്. കോൺഗ്രസിൻ്റെ വോട്ട് കൂട്ടത്തോടെ ഒഴുകിയത് BJPയിലേക്ക്. അതെങ്ങനെ സംഭവിച്ചു, അതെന്ത് ഡീലാണ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. അതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് V ശിവൻകുട്ടിയെ പരാജയപ്പെടുത്താൻ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ O രാജഗോപാലിലൂടെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന ആ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിൻ്റെ 1/3 വോട്ടായി UDF വോട്ട് ആ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കുറഞ്ഞത് എങ്ങനെയാണ്? കൂട്ടത്തോടെ UDF വോട്ട് BJPയിലേക്ക് പോയതുകൊണ്ടാണ് നേമത്ത് അക്കൗണ്ട് തുറക്കാനെന്ന O രാജഗോപാലിലൂടെ BJPക്ക് കഴിഞ്ഞു. പക്ഷെ പിന്നീട് അത് തിരിച്ചുപിടിക്കാൻ LDFനായി V ശിവൻകുട്ടിയിലൂടെ നേമത്ത് ആ അക്കൗണ്ട് പൂട്ടിച്ചതും ചരിത്രമാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതുമാത്രമല്ല, കോലി B സഖ്യം, ഒപ്പം തന്നെ EMSനെ പരാജയപ്പെടുത്താൻ BJP നേതാക്കളടക്കം കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനെത്തിയത്. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു 4-5 പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് BJP RSS അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ കണക്കുകൾ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും എണ്ണി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് വിശദീകരിച്ചത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും ആ കൂട്ടുകെട്ടുണ്ട്, ആ അവിശുദ്ധ കൂട്ടുകെട്ട് മറച്ചു വെക്കാനാണ് തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഒരു തരത്തിലൊരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ഈ തെരഞ്ഞെടുപ്പിലുള്ള കൂട്ടുകെട്ടിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ആരോപണം ഉന്നയിക്കുകയാണ്. അതൊരു തരം മുൻകൂർ ജാമ്യം എടുക്കലാണ് എന്നാണ് ഈ ഡീൽ ആരോപണം സംബന്ധിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ശരി സാലി, രണ്ടാമത്തെ വിഷയം, അതായത് G സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചു എന്നാണ് മാധ്യമങ്ങൾ. അതിൽ കേരള സമൂഹത്തിന് ഓർമ്മയുണ്ട്, മനോരമ ചാനലിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിലാണ് രാഷ്ട്രീയ ചെറ്റത്തരമാണ് സുധാകരൻ കാണിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചു, വലിയ വ്യാഖ്യാനം മനോരമയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തു. ഇത് മനോരമയുടെ പേരെടുത്ത് തന്നെയാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ ചെറ്റ എന്ന് വിളിച്ചത് ഏറ്റവും വലിയ വിഷമമുണ്ടാക്കിയത് മനോരമയ്ക്കാണല്ലോ. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ചെറ്റത്തരം, രാഷ്ട്രീയ ചെറ്റത്തരമാണ് സുധാകരൻ കാണിച്ചത്. പക്ഷേ പല ഘട്ടത്തിലും ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ ചെറ്റത്തരം, 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് കൂടി ഉദാഹരണ സഹിതം വാക്കുകൾ എടുത്ത് വിശദീകരിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു. ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല സുധാകരനെ മുഖ്യമന്ത്രി. അതായത് G സുധാകരനെ താൻ ചെറ്റ എന്ന് വിളിക്കണം എന്ന് നിങ്ങൾക്ക് ചിലർക്കൊക്കെ ആഗ്രഹമുണ്ടായിരിക്കണം. പക്ഷേ താൻ അങ്ങനെ വിളിച്ചിട്ടേയില്ല
എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് രാഷ്ട്രീയ ചെറ്റത്തരം എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനോരമ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് അദ്ദേഹം ആ നിലപാടിനെ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് വിശദീകരിച്ച് അത് പുതിയ വാക്കല്ല. ആ നിഘണ്ടു മലയാളത്തിൻ്റെ നിഘണ്ടുവിലുള്ള രാഷ്ട്രീയ നിഘണ്ടുവിലുള്ള പുതിയ വാക്കല്ല രാഷ്ട്രീയ ചെറ്റത്തരം എന്നുള്ളത്. അതായത് ഇത്തരത്തിൽ കൂട് വിട്ട് കൂടുമാറുന്ന കൂറുമാറ്റം നടത്തുന്ന ആളുകളെ, മുന്നണികളെ, രാഷ്ട്രീയ പാർട്ടികൾ ആ പണിയെ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് കാലാകാലങ്ങളായി വിശേഷിപ്പിച്ചു വരുന്നതാണ്. തങ്ങൾ തന്നെ പതിറ്റാണ്ടുകളായി ഇത്തരം എടുക്കുന്നവർ രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവർ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തങ്ങളുടെ നിലപാടിനെ തങ്ങൾ വിശദീകരിച്ച് പല ഘട്ടങ്ങളിലും CPM നേതൃത്വം വിശദീകരിക്കുന്നത് 4 വോട്ടിന് വേണ്ടി എന്തെങ്കിലും രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് CPM തന്നെ വിശദീകരിക്കുന്നത്. അപ്പോൾ ചെറ്റ എന്ന വാക്ക് അല്ല രാഷ്ട്രീയ ചെറ്റത്തരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സുധാകരനെ ചെറ്റ എന്ന വാക്കുകൊണ്ട് വിളിക്കുകയോ അങ്ങനെ പ്രയോഗിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം കാണിച്ചത് വഞ്ചനയാണ്. ആ വഞ്ചന രാഷ്ട്രീയ ചെറ്റത്തരമാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. അത് തന്നെയാണ് നിലപാടെടുത്തതും. ആ നിലപാടിനെ സുധാകരനെ മുഖ്യമന്ത്രി ചെറ്റ എന്ന് വിളിച്ചു എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് മനോരമയാണ്. മനോരമയ്ക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകും. ആ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല, ജനങ്ങളെയും കിട്ടില്ല എന്ന് പല തെരഞ്ഞെടുപ്പുകളും തെളിയിച്ചിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ശരി സലി, മൂന്നാമത്തെ വിഷയം. കഴിഞ്ഞ ദിവസം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം മാധ്യമങ്ങൾ അടക്കം വലിയ രീതിയിൽ കൊണ്ടാടുന്നതാണ് ഇന്നലെ കോന്നിയിൽ നടന്ന പ്രസംഗത്തിനിടയിൽ വീട്ടിൽ പോയി ചോദിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച്. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു, ചോദ്യം ചോദിച്ചയാൾ തന്നെ എതിർക്കാനല്ല വന്നത്. ആ ഒരു പൊതുയോഗത്തിൽ പാലിക്കേണ്ട മര്യാദയല്ല. പത്രസമ്മേളനത്തിലാണെങ്കിൽ ആർക്കും വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. പൊതുയോഗത്തിൽ പാലിക്കേണ്ട മര്യാദ അല്ല ആ ചോദ്യം ചോദിച്ചയാൾ ആ ചോദ്യം ചോദിച്ചത്. താൻ അന്നേരം അങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് ചോദ്യം ചോദിച്ച ആൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെ കൃത്യമാണ് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്താണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. സലീം മുഹമ്മദാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് മാധ്യമങ്ങൾ വിവാദമാക്കാൻ ശ്രമിച്ച പല വിഷയങ്ങൾക്കും കൃത്യമായ മറുപടി വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇന്ന് മാധ്യമങ്ങളിൽ അടക്കം വലിയ തരത്തിൽ വിവാദമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഇമേജ് എങ്ങനെയൊക്കെ ചീത്തയാക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷണം നടത്തുന്ന മാധ്യമങ്ങൾക്ക് കൃത്യമായ മറുപടി ഇന്നലെ ചോദ്യം ചോദിച്ച ആളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും വിശദീകരിച്ചു. ഇന്നലെ കോന്നിയിൽ വളരെ കൃത്യമായ ചില രാഷ്ട്രീയ വിഷയങ്ങൾ 20,000 കോടിയിലധികം കേന്ദ്ര സർക്കാർ വെട്ടിയതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വളരെ ഗൗരവത്തിലുള്ളൊരു പ്രസംഗം നടത്തുന്നതിനിടയിലാണ് ഒരാൾ ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുകയും അതിനപ്പോൾ മുഖ്യമന്ത്രി ആ രീതിയിൽ തന്നെ ഈ മര്യാദ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം ഉണ്ടായപ്പോൾ, ഒരു ഇടപെടൽ ഉണ്ടായപ്പോൾ അതിന് മറുപടി നൽകുകയുമാണ് ചെയ്തത്. സാലി, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രി നൽകിയ മറുപടി? അതായത് ഏതെങ്കിലും തരത്തിൽ ആ യോഗത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനോ തന്നെ എതിർക്കാനോ തൻ്റെ പാർട്ടിയെ എതിർക്കാനോ യോഗത്തെ എതിർക്കാനോ ഒന്നും വന്നയാളല്ല ആ ചോദ്യം ചോദിച്ചതെന്ന് തനിക്ക് മനസ്സിലായി. താൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ അതിനെ വക്രീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഇപ്പോൾ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വസ്തുത അങ്ങനെയല്ല. അതൊരു പൊതുയോഗമായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതൊരു പത്രസമ്മേളനമല്ല. പൊതുയോഗത്തിൽ എവിടെയെങ്കിലും ഓഡിയൻസ് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കൃത്യമാണ് ആ ചോദ്യം. കാരണം പൊതുയോഗം ചോദ്യം ചോദിക്കാനുള്ള വേദിയല്ല, അത് പൊതുയോഗമാണ്. പ്രസംഗിക്കുന്നയാളെ ശ്രവിക്കുകയാണ് ഓഡിയൻസ് സാധാരണ ചെയ്യുക. പക്ഷേ ഇതിൽ ഒരു അസാധാരണമായ വിധം ഒരു ചോദ്യം ഉയർന്നു. അതിന് താൻ അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ചോദ്യം ചോദിച്ചയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു മറുപടി നൽകി. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് അദ്ദേഹത്തിനും ആ ചോദ്യം ചോദിച്ചയാൾക്കും തോന്നിയിട്ടില്ല. മാത്രമല്ല അദ്ദേഹം വന്നത് തന്നെ എതിർക്കാനുമല്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അതാണ് നിലപാട്. വാർത്താ സമ്മേളനത്തിൽ ആണ് സാധാരണ ചോദ്യം ചോദിക്കുക. ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നു. ഇതേ നിങ്ങൾ തന്നെ തൻ്റെയോ മറ്റ് നേതാക്കളുടെയോ ഏതെങ്കിലും നേതാക്കളുടെയോ ഏത് മുന്നണിയുടെയും ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയിക്കോട്ടെ, ഏതെങ്കിലും യോഗത്തിൽ പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ കൃത്യമായി എന്താണ് കോന്നിയിൽ ഇന്നലെ സംഭവിച്ചത്, എന്താണ് അക്കാര്യത്തിൽ തൻ്റെ നിലപാട്, എന്തുകൊണ്ടാണ് താൻ അങ്ങനെ മറുപടി പറഞ്ഞത് എന്ന് വളരെ വിശദമായി തന്നെ അദ്ദേഹം വിശദീകരിച്ചു. പക്ഷേ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും തനിക്കെതിരെ മുമ്പൊക്കെ ഉള്ള പോലെ തനിക്കും മുന്നണിക്ക് LDFനും CPMനും എതിരെയൊക്കെ ഉന്നയിക്കാൻ ഒരു കാര്യം കിട്ടി എന്ന മട്ടിൽ ചിലർ പ്രചരിപ്പിക്കുന്നു. അതൊന്നും സാരമില്ല, അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിച്ചത്.